ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ ഒരു വെറുപ്പിക്കുന്ന ഒരാവശ്യമില്ലാത്തൊരു ഫീച്ചർ വന്നിട്ടുണ്ട്. ആ ഫീച്ചർ എന്താണെന്നുള്ളത് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. സംഗതി വേറൊന്നിനെയും കുറിച്ചല്ല ഈ പറഞ്ഞു വരുന്നത്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഇപ്പോൾ ഈ അടുത്ത് കൊണ്ടുവന്നിട്ടുള്ള ഇൻസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഫീച്ചറിനെ കുറിച്ചാണ്. സത്യം പറഞ്ഞാൽ എന്തിനാണ് ഇങ്ങനത്തെ ഒരു ഫീച്ചർ? ഇതുകൊണ്ട് എന്താണ് ഒരു ഉദ്ദേശിക്കുന്നത്? ഒരു ഉപകാരമില്ലാത്ത വെറുപ്പിക്കുന്ന ഒരു ഫീച്ചർ. ഇതിന്റെ ഫങ്ഷനാലിറ്റി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ ഇൻസ്റ്റയിലൊക്കെ നോട്ട്സ് ഷെയർ ചെയ്യില്ലേ, ഇപ്പൊ ടെക്സ്റ്റ് ആയിട്ടും പിന്നെ അതുപോലെ തന്നെ മ്യൂസിക് ആയിട്ടും ജിഫ് ആയിട്ടൊക്കെ നമ്മൾ ഷെയർ ചെയ്യില്ലേ. ജിഫ് ആയിട്ട് ഷെയർ ചെയ്യേണ്ട ഓപ്ഷൻ ഇപ്പോൾ അടുത്ത് വന്നതാണ്. അന്ന പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിയൽ ടൈം ആയിട്ട് ഓരോ ഫോട്ടോസ് ഇങ്ങനെ ക്യാപ്ചർ ചെയ്തിട്ട് ഇങ്ങനെ നോട്ട് പോലെ ഷെയർ ചെയ്യാൻ പറ്റും. അതാണ് ഇതിന്റെ ഒരു ഫങ്ഷനാലിറ്റി എന്ന് ഇവർ പറയുന്നത്. ഓക്കെ, പിന്നെ ഇതിന്റെ ഒരു ഡ്രോബാക്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ നോട്ട്സ് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ആ നോട്ട് ആരൊക്കെ കണ്ടു എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. വ്യൂവേഴ്സ് ലിസ്റ്റ് നമുക്ക് കാണില്ല. പക്ഷെ ആരെങ്കിലും അത് ലൈക്ക് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അത് നോട്ടിഫിക്കേഷനിലൂടെ അത് വരും, അല്ലെങ്കിൽ ആരെങ്കിലും ആ നോട്ടിന് റിപ്ലൈ തന്നു കഴിഞ്ഞാൽ നമുക്കത് വരും. എന്നല്ലാണ്ട് ഇത് ആരൊക്കെ കണ്ടു എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ, വ്യൂസ് ലിസ്റ്റ് കാണിക്കില്ല. അതേപോലെ തന്നെയാണ് ഇൻസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫീച്ചറിലും. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു ഫോട്ടോ ഇങ്ങനെ ഇതുപോലെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോട്ടോ ആരൊക്കെ കണ്ടു എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല, വ്യൂസ് ലിസ്റ്റ് കാണിക്കില്ല. പക്ഷെ വല്ല റിപ്ലൈസും അതുപോലെ തന്നെ ലൈക്കും കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നോട്ടിഫിക്കേഷനിലൂടെ അത് അറിയാൻ പറ്റും. അങ്ങനെയാണ് ഇതിന്റെ ഒരു സംഗതി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് പലർക്കും ഒരു വെറുപ്പിക്കുന്ന ഒരു ഫീച്ചറായിട്ട് മാറിയിരിക്കുകയാണ്, എനിക്ക് ഉൾപ്പെടെ. അപ്പൊ ഈ ഒരു വെറുപ്പിക്കുന്ന ഫീച്ചർ എങ്ങനെ നമ്മുടെ ഇൻബോക്സിൽ ഒഴിവാക്കാം എന്ന് നോക്കാം. അതിനായിട്ട് നിങ്ങൾ നേരെ എന്ത് ചെയ്യുക, നിങ്ങളെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിലേക്ക് പോവുക. എന്നിട്ട് നേരെ മുകളിൽ കാണുന്ന ആ ഒരു 3 ലൈൻ ഉണ്ടല്ലോ, അതിലങ്ങോട്ട് ക്ലിക്ക് ചെയ്യുക. അതിലങ്ങോട്ട് ക്ലിക്ക് ചെയ്തിട്ട് താഴേക്ക് സ്ക്രോൾ ചെയ്യുക. സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടന്റ് പ്രിഫറൻസസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിലങ്ങോട്ട് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് സ്ക്രോൾ ചെയ്യുക. എന്നിട്ട് ലാസ്റ്റിൽ ഹൈഡ് ഇൻസ്റ്റൻസ് ഫ്രം ഇൻബോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അത് നോർമലി അത് ഓഫ് ആയിട്ടായിരിക്കും കിടക്കുന്നുണ്ടാവുക. അതെന്ത് ചെയ്യുക, അത് ക്ലിക്ക് ചെയ്തിട്ട് ഓൺ കൊടുക്കുക. ഇനി ആ സംഭവം നിങ്ങളെ ഇൻബോക്സിൽ വന്നിട്ട് നിങ്ങളെ ശല്യം ചെയ്യില്ല. ഓക്കെ, ഇനി ഈ ഒരു ഫീച്ചർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ഫോട്ടോ അബദ്ധവശാൽ നിങ്ങൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഞാൻ പറഞ്ഞുതരാം. അതിനായിട്ട് നിങ്ങൾ നേരെ ഇൻസ്റ്റൻസ് എടുക്കുക. ഇൻസ്റ്റൻസ് എടുത്തിട്ട് താഴെ ഇതുപോലെ ഒരു ക്ലോക്കിന്റെ ഐക്കൺ കാണും, അതിലങ്ങോട്ട് ക്ലിക്ക് ചെയ്യുക. അതിലങ്ങോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇതുവരെ ഷെയർ ചെയ്തിട്ടുള്ള എല്ലാ ഫോട്ടോസും നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഏത് ഫോട്ടോ ആണോ ഡിലീറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളത് ആ ഫോട്ടോയിൽ അങ്ങോട്ട് പ്രസ് ചെയ്ത് പിടിക്കുക. പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ഡിലീറ്റ് എന്ന് ഇത് കാണിക്കും. ആ ഡിലീറ്റിൽ അങ്ങോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോട്ടോ ഡിലീറ്റ് ആവും. ഇനിയിപ്പോൾ ഒന്നിൽ കൂടുതൽ ഫോട്ടോസ് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മുകളിൽ ഇതുപോലെ ഐക്കൺ കാണും, ആ ഐക്കണിൽ അങ്ങോട്ട് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഏതൊക്കെ ഫോട്ടോസ് ആണ് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളത് ആ ഫോട്ടോസൊക്കെ അങ്ങോട്ട് സെലക്ട് ചെയ്യുക. എന്നിട്ട് താഴെ ഡിലീറ്റ് ഓപ്ഷൻ ഉണ്ട്, അതിലങ്ങോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോട്ടോസൊക്കെ ഡിലീറ്റ് ചെയ്യുക. സോ എനിവേ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ട് തന്നെ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.